നമ്മളിന്നിവിടെ വളരെ എളുപ്പത്തിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു സ്കിൻ വൈറ്റനിങ് സോപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 2 സ്പൂണോളം ഉലുവയാണ്. ഇത് ഞാൻ വൈകുന്നേരം വെള്ളത്തിലിടുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. അപ്പോൾ ഉലുവ വെച്ചിട്ട് നമ്മൾക്ക് ഫേസ് പാക്കും ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു രാത്രി മുഴുവൻ ഇങ്ങനെ കുതിർത്താൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ കുതിർന്ന ശേഷം പിറ്റേ ദിവസം ഞാനിത് കാണിച്ചു തരുന്നത് കേട്ടോ. നന്നായിട്ട് ഉലുവ കുതിർന്ന് വന്നിട്ടുണ്ട്. ഉലുവ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഉലുവ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് ഇങ്ങനെ നല്ല മാഷായി വരണമെന്നൊന്നുമില്ല. ചെറിയ തരികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുൾത്താണി മിട്ടിയാണ്. മുൾത്താണി മിട്ടി നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. ഇതിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 സ്പൂണ് മാത്രം. ഇനി ഉലുവയുടെ വെള്ളം കുറച്ച് ഇരുന്നായിരുന്നു കേട്ടോ. അത് ഞാനൊരു 1/4 ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച സോപ്പിൻ്റെ ബേസാണ് കേട്ടോ. നല്ല കിടിലൻ റിസൾട്ടാണ്. നല്ല അടിപൊളിയായിട്ട് ശരിക്കും നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സോപ്പ് കണക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇത് നമുക്കിപ്പോൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ് വാങ്ങിച്ചാൽ മതി. ഒരുപാട് സോപ്പ് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയൊരു സോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു സോപ്പ് ബേസാണിത്. ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഗ്ലിസറിൻ സോപ്പാണ്, സോപ്പല്ല, സോപ്പ് ബേസാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കുറച്ച് മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബേസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല കനമുള്ള സോപ്പാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഈ കർക്കിടക മാസമൊക്കെ വരികയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ തേച്ച് കുളിയും അതൊക്കെ നമ്മുടെ റുട്ടീനൊക്കെ ശരിക്കും മാറുന്ന ഒരു സമയം, ശരീരമൊക്കെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന സമയങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ പയറുപൊടിയോ അങ്ങനെയൊക്കെ ഇട്ട് കഴുകുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കും. നല്ല എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത്രയും ബാക്കിയുണ്ടത് ഞാൻ എടുത്ത് വെക്കുകയാണ്. ഇനി ഇതാ 4 കഷ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് ഇനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സോപ്പ് ഉണ്ടാക്കുന്നത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കുന്ന ഗ്ലിസറിൻ സോപ്പ് വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാനിങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഒരു സമയം മഴക്കാല സമയങ്ങളാകുമ്പോൾ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ശരിക്കും ഞാനിത് ഉണ്ടാക്കി ഉപയോഗിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു ചേഞ്ചൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുഴുവനായിട്ടും മുറിച്ചതിന് ശേഷം നമ്മൾക്കിനി ഇത് ചൂടുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റവിൻ്റെ മീതെ. അതിൻ്റെ മേളിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. ഞാൻ പല തവണ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുകയും ചെയ്യും. ഇതൊരു ഗ്ലാസ് ടൈപ്പിലുള്ള സോപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പലരും എന്നോട് ചോദിക്കാറുണ്ട് കളർ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. കളറൊന്നും ചേർക്കാതെ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ, ഉലുവയും മുൾത്താണി മിട്ടി മാത്രം ഉള്ളത്. ഇത് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസാക്കി എടുക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഇത് നമ്മൾ ഈ നന്നായിട്ട് മെൽറ്റായി കിടക്കുന്ന ഈ ഒരു സോപ്പ് ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിൽ എക്സ്ട്രാ കളറൊന്നും തന്നെ വേണ്ട കേട്ടോ. ഞാനിതിൽ പല രീതിയിൽ സോപ്പ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ആ സോപ്പ് മുഴുവനായിട്ടും കഴിയുമ്പോൾ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ചില വീഡിയോസൊക്കെ സോപ്പിൻ്റെ വീഡിയോസൊക്കെ ഇടയ്ക്ക് ലേറ്റ് ആവുന്നത്. ഇത് നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം. നമ്മളിതിൽ എക്സ്ട്രാ കൂടുതൽ ചീത്തയാവുന്ന സാധനങ്ങളൊന്നും തന്നെ ചേർത്തിട്ടില്ല. മുൾത്താണി മിട്ടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് പാക്കിനൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, ഇതും നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനമാണ്, എപ്പോഴും ഉള്ളതാണ്. ഇനി മണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാനിത് എസെൻഷ്യൽ ഓയിൽ സാൻഡലിൻ്റെ വാങ്ങിച്ചത് ഞാൻ പല രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പല സോപ്പ് ബേസ് സോപ്പ് ഉണ്ടാക്കുന്ന സമയത്തും അത് 2-3 തുള്ളിയോളം ഇതിലേക്ക് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ കട്ടയായി കിടക്കണമെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അരിച്ചെടുത്തിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുത്താലും മതി. ഇത് പക്ഷേ ഇരിക്കും തോറും
ഇത് മെൽറ്റായി വരും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് അതിൽ നിന്ന് ഞാനിത് മാറ്റിയെടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നന്നായിട്ട് ഇങ്ങനെ യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാൻഡൽ വുഡിൻ്റെ ഒക്കെ സോപ്പ് പോലെയാണ് ഇതിരിക്കുക. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, നമ്മൾ ഇത് അരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇത് ടൈറ്റായി വരും, തണുപ്പ് കാലമായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സോപ്പ് ഉണ്ടാക്കുന്ന ഷേപ്പ് ഇതുപോലെ ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു 4 സോപ്പാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയത് വേഗം ഇങ്ങനെ ബേസ് ശരിക്കും ഇങ്ങനെ ഷേപ്പായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഒഴിച്ചു കൊടുക്കണം. നന്നായി തണുത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തിളപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചില്ല, ആ വെള്ളത്തിൻ്റെ മീതെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി, വേഗം മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇതാ 4ലും ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം മഴക്കാല സമയങ്ങളിൽ മിക്കവാറും എണ്ണ തേച്ച് കുളിയൊക്കെ ഉള്ളതാണ് കേട്ടോ. എല്ലാവരും തേക്കും. അപ്പോൾ ഈ എണ്ണയൊക്കെ തേക്കുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് എണ്ണ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കഴുകി കളയാൻ നമ്മൾ കൂടുതലും എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതാ സോപ്പ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ, കറക്റ്റ് ഷേപ്പിലായി വരുന്നുണ്ട്. ഒരു 20 മിനിറ്റ് മാത്രമേ വെച്ചോളൂ. തണുപ്പ് സീസൺ ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങി തന്നെ നമുക്ക് ഇതുപോലൊരു സോപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതായത് എല്ലാവർക്കും അറിയാം ഉലുവയുടെ മുൽത്താനി മിട്ടിയുടെ ഒക്കെ ഉപയോഗം എത്രമാത്രം നമ്മുടെ ശരീരത്തിനും മുഖത്തിനൊക്കെ എത്ര എഫക്റ്റീവാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫേസ് പാക്കിലൊക്കെ നമ്മൾ ചേർക്കുന്നതാണ് ഈ മുൾത്താനി മിട്ടി. ഉലുവ ജെല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുടി വളർച്ചയ്ക്കും നമ്മുടെ ഫേസിലും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ വീര്യം കുറഞ്ഞ സോപ്പായതുകൊണ്ട് നമുക്കിത് എന്നും ബാത്ത് സോപ്പായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. വളരെ നല്ല സോപ്പാണ്. നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിക്കുമ്പോൾ എണ്ണയൊക്കെ മുഴുവനായിട്ടും പോവുക, എന്നാൽ ഡ്രൈ ആവത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മിക്കവാറും ആൾക്കാർ ഈ എണ്ണ തേച്ചൊക്കെ കുളിക്കുന്ന സമയങ്ങളാണ് ഈ ഒരു തണുപ്പ് കാലം എന്ന് പറയുന്നത്. എല്ലാവർക്കും യൂസാവും. പയറുപൊടിയൊക്കെ ഇട്ട് കഴുകുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് നമുക്ക്. നമുക്ക് എപ്പോഴും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതാ നല്ല ഷേപ്പിലാണ് കേട്ടോ ഇത് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ 4ലും ഇതുപോലെ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കവറിലോ ഒക്കെ ഇതുപോലെ ഇട്ട് കെട്ടി വെച്ചാൽ മാത്രം മതി. ഒട്ടും തന്നെ ചീത്തയായി പോവില്ല. ഇതിലങ്ങനെ ചീത്തയാവുന്ന ഒരു സാധനങ്ങളുമില്ല. ധൈര്യമായിട്ട് നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ ഈ ഒരു രീതിയിൽ സോപ്പ് ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. എനിക്കിത് തേച്ചിട്ട് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. കളറൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.